ഖുർആൻ മൊബൈൽ ഫോണിൽ നോക്കിയോതിയാൽ കൂലി കിട്ടുമോ? അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ ഖുർആനിൻ്റെ ഭാഗങ്ങൾ ഓതാൻ വുളൂ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെയാണ് പലർക്കും സംശയം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയാൽ തന്നെ കൂലിയുണ്ടെന്ന് പറഞ്ഞ 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത് അന്നദുറു ഇലൽ മുസ്ഹഫി, മുസ്ഹഫിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് പറയുന്ന സമയത്തിൽ ലോകത്ത് മുസ്ഹഫ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് നടന്ന യമാമ യുദ്ധത്തിൽ നിരവധി ഹാഫിളീങ്ങൾ വഫാത്തായപ്പോൾ, ഷഹീദായപ്പോൾ ഖുർആൻ അറിയുന്ന ആളുകൾ പലരും വഫാത്താകുന്നു എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഖുർആൻ നിലനിൽക്കണമെങ്കിൽ ഇതിനൊരു ക്രോഡീകരണം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിലാണ് ഖുർആൻ ആദ്യമായി ക്രോഡീകരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് പാറക്കല്ലുകൾക്കിടയിലും ഈത്തപ്പനകൾക്ക് മുകളിലും ഓലകൾക്കിടയിലുമൊക്കെയായിരുന്നു പരിശുദ്ധ ഖുർആൻ എഴുതപ്പെട്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ ഇന്ന് കാണുന്ന രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ഖുർആൻ എഴുതപ്പെട്ട പാറകളിലേക്കും ഇലകളിലേക്കുമൊക്കെ നോക്കിയാൽ കൂലിയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ. പിന്നീട് അത് ഖുർആനായി ബൈൻഡ് ചെയ്യപ്പെട്ട് കൃത്യമായി പ്രിൻ്റ് ചെയ്യപ്പെട്ട് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലേക്ക് നോക്കിയാലും കൂലിയുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ലോകത്ത് ആദ്യമായി ഖുർആൻ പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന വളരെ മനോഹരമായ രീതിയിൽ ബൈൻഡ് ചെയ്യപ്പെട്ട ക്രോഡീകരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി കഴിയും, നോക്കി നിന്നാൽ കൂലിയുള്ള, സ്നേഹത്തോടെ ആദരവോടെ നോക്കി നിന്നാൽ കൂലിയുള്ള ഒരു കർമ്മമാണ് ഇത്. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഖുർആനിൻ്റെ ആയത്തുകളിലേക്ക് മാത്രമല്ല ഖുർആനിൻ്റെ പുറം ചട്ടയിലേക്ക് നോക്കിയാൽ വരെ കൂലിയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ ഇപ്പോൾ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്താൽ അതിലേക്ക് നോക്കിയാൽ കൂലിയുണ്ടോ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും നമ്മൾ മനസ്സിലാക്കുക, ഖുർആനിലേക്ക് നോക്കിയാൽ കൂലി കിട്ടും. അത് മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷനിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഖുർആനാണെങ്കിലും ശരി, നോക്കിയാൽ സ്ക്രീനിലേക്ക് നോക്കിയാലും കൂലി കിട്ടും. ഇവിടെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ തൊടാൻ വുളൂ നിർബന്ധമാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ഖുർആൻ ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഖുർആൻ തൊടാൻ വുളൂ നിർബന്ധമാണ്. പക്ഷേ മൊബൈൽ ഫോണിലുള്ള ഖുർആൻ തൊടാൻ വുളൂവിൻ്റെ ആവശ്യമില്ല. കാരണം മൊബൈൽ എന്നുള്ളത് ഖുർആനിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതല്ല. അതിൽ ഫോൺ വിളിക്കുവാനും സംസാരിക്കുവാനും യൂട്യൂബ്, വാട്സപ്പ് അങ്ങനെ തുടങ്ങി മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. അത് ഖുർആനിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സാധനമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ മൊബൈൽ ഫോണിൽ നോക്കി ഓതുകയാണെങ്കിൽ നോക്കി ഓതാൻ വുളൂ ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഖത്മുകൾ തീർക്കാം, ജുസുകൾ ഓതി തീർക്കാം, അതിനൊന്നും പ്രയാസമില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമുക്കറിയാം ചില ടെക്സ്റ്റ് ബുക്കുകളിൽ, അറബി ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഖുർആനിൻ്റെ ആയത്തുകൾ വരുന്നുണ്ട്. പക്ഷേ അത് ഖുർആനിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതല്ല. അത് പുസ്തകത്തിന് വേണ്ടി, പാഠപുസ്തകത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്. അത് എടുക്കാനോ അത് വായിക്കുവാനോ നമ്മൾ വുളൂ എടുക്കാറില്ല എന്നുള്ളതുപോലെ തന്നെയാണ് ഈ വിഷയവും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആനിലെ ഏത് രീതിയിൽ നമ്മൾ ബന്ധപ്പെട്ടാലും ബഹുമാനത്തോടെ ആദരവോടെ ഏത് രീതിയിൽ നമ്മൾ ബന്ധപ്പെട്ടാലും അത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്, ഖുർആനിലെ ഓരോ ഹർഫ് ഓതിയാലും അതിന് 10 വീതം ഹസനത്തുകൾ ലഭിക്കുമെന്നാണ്. ഖുർആനിലേക്ക് വെറുതെ നോക്കിയാൽ കൂലി കിട്ടുമെന്ന് പറഞ്ഞു. അതിലൊരു ഹർഫിന് 10 വീതം ഹസനാത്തുകൾ പ്രതിഫലമായി ലഭിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അലിഫ് ലാം മീം എന്നുള്ളത് ഒരൊറ്റ ഹർഫല്ല, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ് എന്ന്. ആലോചിച്ച് നോക്കണം, ഒരു സ്വഹാബി ഖുർആൻ ഇങ്ങനെ വീട്ടിൽ പാരായണം ചെയ്യുകയായിരുന്നു. ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശഗോളം തൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു.
അദ്ദേഹം ആ പ്രകാശഗോളത്തിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് ഉയർന്നുപോയി. വീണ്ടും അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. വീണ്ടും ആ പ്രകാശഗോളം ഇറങ്ങി താഴേക്ക് വന്നു. അദ്ദേഹം ഖുർആൻ ഓത്ത് നിർത്തിവെച്ച് ആ ഗോളത്തിന് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒന്നുകൂടെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ വീണ്ടും ആ ഗോളം ഉയർന്നുപോയി. മൂന്നാമതായും ഇങ്ങനെ തന്നെ സംഭവിച്ചു. തുടർന്ന് ആരംഭ റസൂലിൻ്റെ സവിധത്തിൽ അദ്ദേഹം വിഷയത്തെ അവതരിപ്പിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് നിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി വാനലോകത്തിൽ നിന്നും ഇറങ്ങി വന്ന റഹ്മത്തിൻ്റെ മലക്കുകളാണ്. ഓർക്കണം, ഖുർആനുമായുള്ള ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ചിലപ്പോൾ ഖുർആൻ ഓതാൻ അറിയാത്ത, അറബി അറിയാത്ത സഹോദരങ്ങളുണ്ടാകും, കൂട്ടുകാരുണ്ടാകും. നിങ്ങളും വിഷമിക്കേണ്ടതില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരം അതിലേക്ക് ഇങ്ങനെ സ്നേഹത്തോടെ നോക്കി നിൽക്കുകയെങ്കിലും ചെയ്യണം. നമ്മുടെ കാഴ്ചകളെ കണ്ണുകൊണ്ട് പലപ്പോഴും പലതും കാണുന്ന സ്വഭാവം നമ്മൾക്കുണ്ട്. ഹറാമായ പലതും നമ്മുടെ കണ്ണിൽ മിന്നിമറയുന്നുണ്ട്. ദിവസവും പരിശുദ്ധ ഖുർആനിനെ നമ്മുടെ കണ്ണിൽ കാഴ്ചയായി സ്വീകരിക്കാനെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തയ്യാറാകണം. ഒന്നുകൂടെ പറയുന്നു, ഖുർആനിലേക്ക് നോക്കിയാൽ കൂലിയുണ്ട്, ഖുർആൻ ഓതിയാൽ കൂലിയുണ്ട്. മാത്രമല്ല, ഖുർആനിൻ്റെ പുറം ചട്ടയിലേക്ക് നോക്കിയാൽ വരെ കൂലിയുണ്ട്. അത് മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻ മുഖേന ഖുർആൻ ഓതുകയാണെങ്കിലും അതിലേക്ക് നോക്കിയാൽ കൂലിയുണ്ട്. അത് തൊടാൻ വുദൂഇൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഖുർആനിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ് ഖുർആനുമായി ബാത്റൂമിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ മൊബൈൽ ഫോണിൽ ആപ്പ് ഉണ്ടെങ്കിൽ അത് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും, പ്രശ്നമില്ല. പക്ഷേ അത് ഓപ്പൺ ചെയ്തതായ നിലയിൽ ബാത്റൂമിലേക്ക് പോകാനും പാടില്ല എന്നും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കുവാനും നല്ലതുപോലെ ജീവിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.